എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോ മോഹൻലാല് വരും എന്ന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. സിനിമ നടിയായിട്ടുള്ള ഷീല വരുമെന്ന് കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ പേരേ പറയുന്നില്ല. മമ്മൂക്കായ്ക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞങ്ങള് അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പ് കൊണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ട്. കമലഹാസനെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ പല ആളുകളെയും ക്ഷണിച്ചിട്ടുണ്ട്. കുറെ ആളുകൾ ഇപ്പൊ കൺഫേം ചെയ്തിട്ടുണ്ട്, കുറെ ആളുകൾ പറഞ്ഞിട്ടില്ല. എന്തായാലും ശരി, നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന ഇപ്പോ എല്ലാ സെക്ടറിലെയും അനുഭവമുള്ളവർ വരിക എന്നുള്ള. ഇപ്പൊ അടൂർ സാറ്, ശ്രീകുമാരൻ തമ്പി സാറ്, ഓരോ സെക്ടറിലും ഇന്ന് കേരളത്തിൽ പരിണിതപ്രജ്ഞരായ ഒത്തിരി ആളുണ്ട്. അവരെല്ലാം കൂടി വന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിൽ വരാൻ കഴിയുന്ന ആളുകൾ, എല്ലാവർക്കും സമയം ഉണ്ടാവണമെന്നില്ലല്ലോ. ഒരു 10-500 ഡെലിഗേറ്റ്സ് എന്തായാലും ഉണ്ടാവും. പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ പലരും വരുന്നുണ്ട്. അനുഭവമുള്ള ആളുകൾ ധാരാളം വരുന്നുണ്ട്. TV ചന്ദ്രനെ പോലുള്ള ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ പല ആളുകളെ പല വ്യത്യസ്ത കോണുകളിൽ നിന്നാണ് നമ്മൾ ഈ കോൺക്ലേവ് ക്ഷണിച്ചിട്ടുള്ളത്. കാരണം ഇപ്പൊ നമ്മുടെ എല്ലാ സംഘടനകളുമായിട്ട് ചർച്ച നടത്തി. ഷാജിൻ ഖാൻ സാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അവരോട് ചർച്ച നടത്തി. അവരുടെ എല്ലാ അഭിപ്രായം കേട്ടു. ഒരു രൂപരേഖ തയ്യാറാക്കി. അത് അന്തിമമാക്കാൻ വേണ്ടിയാണ്, ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോൺക്ലേവ് നടത്തുന്നത്. അപ്പൊ ഇവരുടെ എല്ലാം, അതാണ് ഞാൻ പറഞ്ഞത്, 9 സെക്ഷനിലൂടെ ഒരു 10-40 വിഷയങ്ങൾ ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് ആ ചർച്ചയുടെ അന്തിമ വിശകലനത്തിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വരുന്ന എല്ലാവർക്കും യോജിച്ച, ആ വാക്കിപ്പോഴും ഞാൻ പറയുന്നു, എല്ലാവരും യോജിച്ച തരത്തിലേക്ക് എത്തുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങളായിരിക്കും അന്തിമമായിട്ട് പോളിസി ആയിട്ട്.